വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. മുന്നണികൾ ഓരോന്നും പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെ മറുകണ്ഠം ചാടലിന്റെ അയ്യരുകളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ BJP-ക്കാരായിരുന്നവർ ഇന്ന് കോൺഗ്രസ്കാരാവുന്നു. രാവിലെ കോൺഗ്രസുകാരായിരുന്നവർ വൈകിട്ട് BJP ആകുന്നു. അങ്ങനെ പല വാർത്തകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതിനിടെ കാശ്മീരിൽ നിന്നും പുറത്തു വരുന്നത് വളരെ രസകരമായ ഒരു വാർത്തയാണ്. ജമ്മു കാശ്മീരിലെ പ്രമുഖ നേതാവും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധ്യക്ഷനുമായ ഗുലാം നബി ആസാദ് തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നുവെന്നാണ് പറയുന്നത്. 2022-ലാണ് നേതൃത്വവുമായുള്ള ഭിന്നിപ്പുകളെ തുടർന്ന് ഗുലാം നബി കോൺഗ്രസ് വിട്ടത്. കാശ്മീരിലെ മുതിർന്ന നേതാവായ താജ് മൊഹ്യുദ്ദീൻ DPയെ വിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് മടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗുലാം നബിയും കോൺഗ്രസിലേക്ക് മടങ്ങുന്നതെന്ന വാർത്തയും സജീവമാണ്. സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയതിന് പിന്നാലെ വിവിധ മുന്നണികളുമായി ഗുലാം നബി അലയൻസിന് ശ്രമിച്ചിരുന്നു. എന്നാൽ മുന്നണികളെല്ലാം വാതിൽ കൊട്ടിയടച്ചതോടെയാണ് വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറി അധികാര കസേരയിൽ എത്തണമെന്ന ചിന്ത ഗുലാം നബിയെ ബാധിച്ചു തുടങ്ങിയത്. എന്നാൽ കോൺഗ്രസ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. കാരണം കോൺഗ്രസിനൊപ്പം നിന്ന് കിട്ടാവുന്നത്ര ആനുകൂല്യങ്ങൾ പറ്റിയാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ആസാദിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മുഖം തിരിച്ചാണ് ആസാദ് പടിയിറങ്ങിയത്. ഇനിയിപ്പോൾ കോൺഗ്രസിന് ആസാദിനെ വേണ്ട, ആസാദിന് കോൺഗ്രസിനെയാണ് ആവശ്യം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗുലാം നബി ആസാദിന്റെ കോൺഗ്രസിൽ നിന്നുള്ള പടിയിറക്കം നടന്നത്. സോണിയാഗാന്ധിയുടെ നേതൃപാടവത്തെ പ്രശംസിച്ച് അദ്ദേഹം രാഹുലിനെയാണ് കടന്നാക്രമിച്ചത്. തിരിച്ചുവരാനാകാത്ത വിധം കോൺഗ്രസ് തകർന്നിരിക്കുന്നതായും ഗുലാം നബി ആസാദ് തന്റെ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി അനുഭവ പരിചയമില്ലാത്ത പുതിയ സംഘത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. മുതിർന്ന നേതാക്കളുടെ ഉപദേശങ്ങളൊന്നും രാഹുൽ കേട്ടില്ല. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും അംഗീകരിച്ചില്ല. ഇതെല്ലാം 9 വർഷങ്ങളായി AICC ആസ്ഥാനത്തെ സ്റ്റോർ റൂമിൽ കിടപ്പുണ്ട്. പലപ്പോഴും ഓർമ്മിപ്പിച്ചെങ്കിലും അത് പരിശോധിക്കാനുള്ള യാതൊരു നടപടിയും അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി കാണിച്ചില്ലെന്നും ആസാദ് കുറ്റപ്പെടുത്തിയിരുന്നു. ജനുവരി 2013 രാഹുൽ ഗാന്ധി പാർട്ടി വൈസ് പ്രസിഡന്റ് ആയ ശേഷം കോൺഗ്രസിന്റെ മുഴുവൻ സംവിധാനങ്ങളും തകർന്നു. കോൺഗ്രസ് കോർ ഗ്രൂപ്പ് ചർച്ച ചെയ്ത് കേന്ദ്രമന്ത്രി അംഗീകരിച്ച ഓർഡിനൻസ് മാധ്യമങ്ങളുടെ മുന്നിൽ കീറിക്കളഞ്ഞു. ഇത് രാഹുലിന്റെ പക്വതയില്ലായ്മയുടെ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിന്റെ ഈ കുട്ടിക്കളിയാണ് UPA സർക്കാരിനെ 2014 പരാജയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്നും ഗുലാം നബി ആസാദ് ആരോപിച്ചതാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം കോൺഗ്രസ് തകർന്നു. നേതൃസ്ഥാനങ്ങളിലേക്ക് ചരടിൽ കെട്ടിയ പാവകളാണ് വന്നത്. ആ പരീക്ഷണവും പരാജയപ്പെട്ടു. ദേശീയ തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം BJPക്കും സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾക്കും വിട്ടുകൊടുത്തു. ഇതിനെല്ലാം കാരണം പാർട്ടിയുടെ തലപ്പത്ത് കാര്യഗൗരവമില്ലാത്ത വ്യക്തികളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചതാണെന്നും വിമർശിച്ച ശേഷമായിരുന്നു ആസാദിന്റെ പടിയിറക്കം.